ഫസ്റ്റ് ഡേ ലാ ഷോക്ക് ഫാമിലിയായി ബൾട്ടി കാണാൻ കയറുമ്പോൾ ഇത്രയ്ക്ക് മാസം ക്ലാസ്സും ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഷൈനികത്തിന്റെ 25ാമത്തെ പടം കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് 25 പടം തികച്ച പോലെ. അബി എന്ന സ്വർഗസ്ഥനായ പിതാവിന് സാധിക്കാതെ പോയത് ഷെയ്ൻ ചെയ്ത് കാണിക്കുന്നതിലെ സന്തോഷം. ഒരു മാസ് ആക്ഷൻ സിനിമയാണ് ബൾട്ടി. ഫാമിലിയെ നോവിക്കുന്നത് മലയാളിക്ക് പണ്ടേ ഇഷ്ടമല്ല. RDXലും തുടരുമിലും ദൃശ്യത്തിലും ഒക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. പടത്തിൽ സ്പോർട്സിന്റെയും പ്രണയത്തിന്റെയും മേമ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത നല്ല പണി അറിയാവുന്നവര് വെടിപ്പായി എടുത്തു വെച്ച് പെടയ്ക്കുന്ന പടം. അടിപൊളി വിഷ്വൽസ്. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത അലക്സ് ജെ പുളിക്കലിന്റെയാണ്. അത് വെട്ടിക്കൂട്ടി എഡിറ്റ് ചെയ്തത് ശിവകുമാർ V പണിക്കരാണ്. എന്നാ ഒരു വർക്കാ മച്ചാനെ, കണ്ട് കൊതിച്ചുപോയി. പടത്തെ എടുത്ത് കൊമ്പത്ത് കയറ്റി വെച്ചിരിക്കുന്നത് സായിന്റെ മ്യൂസിക് ആൻഡ് BGM ആണ്. ഏതാ BGM ഒക്കെ 2 കോടി വാങ്ങിയിട്ടുണ്ടെങ്കിലും 4 കോടിന്റെ റിസൾട്ട് പടത്തിൽ കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് പെടാ. ചില പാട്ടിനോടൊപ്പം കഥ നീങ്ങുന്നുണ്ട്. അടി നടക്കുമ്പോൾ ഉള്ള പാട്ടൊക്കെ വേറെ 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 ലെവൽ. ഇവൻ ഇനി ഒരു 1.5 വരവ് വരും കേട്ടോ. ഒരു ഡയറക്ടറുടെ ഫസ്റ്റ് പടം ഇത്രയ്ക്ക് കിടുവായി എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ണി ശിവലിംഗത്തിന്റെ റേഞ്ച് വേറെ വേറെ വേറെയാണ്. ഇതിനിടയിൽ ലവ് ട്രാക്കും കബഡി ട്രാക്കും ഒക്കെ ഒരേ വൈബിൽ സാൻഡ്വിച്ച് ചെയ്തുകൊണ്ടാവാൻ പടത്തിനായിട്ടുണ്ട്. ഒരു 100 crore മിനിമം ഈ പടം അടിച്ചില്ലെങ്കിൽ നഷ്ടം മലയാളികൾക്കാണ്. ഷെയ്ൻ നിഗം, ശന്തനു, ശിവ ഹരിഹരൻ, അക്ഷയ് രാധാകൃഷ്ണൻ, ജെക്സൺ ജോൺസൺ ഒക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട്. ശാരീരികമായും നല്ല ട്രെയിനിങ്ങും എഫേർട്ടും അവരൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ഭൈരവനായി സെൽവരാഘവന്റെ പെർഫോമൻസ് ആണ്. കസ്തൂരി രാജന്റെ മകനല്ലേ, ധനുഷിന്റെ സഹോയല്ലേ, നല്ല രീതിയിൽ സെൽവ റോള് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. റെറ്റിനൽ ക്യാൻസർ വന്ന് റിമൂവ് ചെയ്ത സെൽവരാജന്റെ കണ്ണുകൾ വരെ ഈ സിനിമയിൽ ആപ്റ്റായി തോന്നി. അൽഫോൻസ് പുത്രന്റെ സോഡ സാബുവും ജീമയായി പൂർണ്ണയും ജസ്റ്റ് ഓക്കെ ആയിരുന്നു. പൂർണിമയുടെ പിന്നിൽ നിഴല് പോലെ നടക്കുന്ന റോളിൽ ബിഗ് ബോസ് ഫെയിം സുചിത്ര ഉണ്ടായിരുന്നു. നടന്ന് ലാസ്റ്റ് പുള്ളിക്കാരിക്ക് ഒരു ഡയലോഗ് കിട്ടിയപ്പോൾ തിയേറ്റർ പൊട്ടിച്ചിരിച്ചുപോയി. ഇത് മറ്റൊരു കബഡി പടമല്ല, കൊടുത്ത പൈസ വസൂലാക്കുന്ന നല്ല ഞെരിപ്പൻ ഇടിപ്പടമാണ്. RDX മൂവി പോലെ അടി പൊട്ടേണ്ട സമയത്ത് അടിപൊട്ടും. RDXലെ നീലനിലവേ എന്ന പാട്ട് വരുന്ന പോലെ കറക്റ്റ് സമയത്ത് ജാലക്കാരി എന്ന സോങ് വരും. ചില സീൻസിൽ എണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നും, രോമാഞ്ചം വരും. ഒരു പടത്തിൽ അടി കണ്ട് കൊതിയായത് ആദ്യമാണേ. പോർത്താമരയും പഞ്ചമി റൈഡേഴ്സും ഷോ ബോയ്സും തമ്മിലുള്ള കബഡി മത്സരങ്ങൾ നമ്മളെ ഹൈ ആക്കും. വട്ടിപ്പലിശക്കാർക്കിടയിലേക്ക് എത്തിപ്പെടുന്ന കബഡി കൂട്ടത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് കഥ. ഈ ആക്ഷനും അടിപിടി ഇടിയൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ശാശ്വതമല്ല എന്ന പോസിറ്റീവ് നോട്ടിൽ പടം അവസാനിക്കുന്നു. അപ്പൊ പടം മസ്റ്റ് വാച്ച് ആണേ. അപ്പൊ ശരി, പിന്നെ പാക്കല.